നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ അവസാനത്തെ ഗെയിമിൽ ഈ പൊസിഷനിൽ ഡിംഗ്ലറൻ ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിച്ചതോടെയാണ് സമനിലയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഗെയിം വേഗത്തിൽ ഗുകേഷിന് അനുകൂലമായിട്ട് മാറിയത്. അതിനുശേഷം ഈ പൊസിഷനിൽ ഡിംഗ്ലറൻ തോൽവി സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഇനി ഈ എൻഡ് ഗെയിമിൽ ബ്ലാക്കിന് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുന്നതെന്ന് കൂടെ കാണിക്കണമെന്ന് കമൻറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള ഈ 4 സ്കോറുകൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ കഴിയുന്നത് ഈ 4 സ്കോറുകളിലേക്ക് മാത്രമാണ്. വൈറ്റ് ഇപ്പോൾ ഈ 2 സ്കോറിലേക്ക് എവിടേക്ക് തന്നെ മാറ്റിയാലും ബ്ലാക്കിന് കിങ്ങിനെ D4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒപ്പോസിഷൻ നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ F2ലേക്ക് മൂവ് ചെയ്താലും D4ലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇങ്ങനൊരു ഡയഗണൽ ഓപ്പോസിഷൻ നേടിയെടുക്കാം. ഇതോടെ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള ഈ സ്കോറൂടെ ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ ഇങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ ബ്ലാക്ക് കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ സ്കോറൂടെ കൺട്രോൾ ചെയ്യും. അത് തടയുന്നതിനായിട്ട് ഇപ്പോൾ E2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിനെ കിങ്ങിനെ E4ലേക്ക് കൊണ്ടുവരാം. ഇതോടെ വീണ്ടും ഇത്രയും സ്കോറുകൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാവും. ഇപ്പോൾ വൈറ്റിന് ഈ F3ലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ കിങ് അങ്ങോട്ടേക്ക് വരികയും ഈ G3യിലെ പോണ ഒരു അറ്റാക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ബ്ലാക്കിനെ കിങ്ങിനെ D3യിലേക്ക് കൊണ്ടുവന്ന് ഈ 2 സ്കോറുകളിലൂടെ കൺട്രോൾ ചെയ്യാം. ഇവിടേക്ക് പോണിനെ കൺട്രോൾ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ കിങ് E1ലേക്ക് വന്ന് ഈ 2 സ്കോറുകളും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് കിങ്ങിനെ E3ലേക്ക് കൊണ്ടുവരാം. ഇനി വൈറ്റിന് F2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി F1ലേക്ക് വന്നാലും കിങ്ങിന് G2ലേക്ക് വരാൻ പറ്റില്ല. ബ്ലാക്ക് കിങ്ങിനെ G3ലേക്ക് കൊണ്ടുവന്ന് ആ സ്കോറൂടെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് ഈ പൊസിഷനിൽ കിങ്ങിനെ ആദ്യം തന്നെ G2ലേക്ക് കൊണ്ടുവന്നാലും ഇവിടേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടും. കിങ്ങിനെ E2ലേക്ക് കൊണ്ടുവരാം. ഇതോടെ വീണ്ടും ഈ 3 സ്കോറുകളും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇവിടേക്ക് പോണിന് കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കൊണ്ടുപോലെ കിങ്ങിനെ G3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ H2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് കിങ്ങിനെ F2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ 2 സ്കോറുകളിലൂടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് H1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ബ്ലാക്കിനെ അടുത്ത പോണിനെ മുന്നോട്ട് കൊണ്ടുവരാം. F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാം. വൈറ്റിന് എന്തായാലും ഇതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അക്സെപ്റ്റ് ചെയ്ത ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോൺ വെച്ച് പോണിട്ട് ചെക്ക് വരികയും കിങ് H1ലേക്ക് മാറുമ്പോൾ ആ പോൺ വെച്ച് തന്നെ വീണ്ടും ചെക്ക് വരികയും പിന്നെ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് വരുന്നതോടെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്താലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ. പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ അടുത്ത പോണിനെ മുന്നോട്ട് കൊണ്ടുവരാം. ഇതോടെ വൈറ്റിന് കിങ്ങിന് മൂവ് ചെയ്യാനുള്ള എല്ലാ സ്ക്വയറുകളും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഈ സമയത്ത് പോൺ വെച്ച് ചെക്ക് വരികയും ചെക്കിൽ നിന്ന് മാറുമ്പോൾ പോണെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. ഇതാണ് ഒരു വേരിയേഷൻ. ഇനി മറ്റൊരു വേരിയേഷൻ നോക്കാം. ഈ പൊസിഷനിൽ ഈ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യാനുള്ള വേരിയേഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്നാൽ അങ്ങനെ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ ഇവിടെ ഒരു ഓപ്പോസിഷൻ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇപ്പോൾ കിങ്ങിനെ F1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ ഓപ്പോസിഷൻ വൈറ്റ് നേടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ കിങ്ങിനെ E3ലേക്ക് കൊണ്ടുവരാം. ഇവിടെ എപ്പോഴും ഈ പോണിനെ സംരക്ഷിക്കുന്നതിനായിട്ട് G2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ കിങ് E2ലേക്ക് വരികയും നേരത്തെ കണ്ട അതേ വേരിയേഷനിലേക്ക് പോവുകയും ചെയ്യും. അല്ലാതെ ഇവിടെയും ഒരു ഓപ്പോസിഷൻ നേടിയെടുക്കുന്നതിനായിട്ട് G1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കിങ് F3ലേക്ക് വരികയും ആ പോണിന് ഒരു അറ്റാക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H2ലേക്ക് മാറ്റേണ്ടി വരും. അപ്പോഴും കിങ് F2ലേക്ക് വരുന്നതോടെ നേരത്തെ കണ്ട അതേ പൊസിഷനിലേക്ക് തന്നെ വരും. ഇനി വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല, തിരിച്ച് H1ലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ നേരത്തെ കണ്ട പോലെ പോണിന് ഒരു അറ്റാക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഈ പൊസിഷനിൽ ബ്ലാക്കിൻ്റെ കിങ് മുന്നോട്ട് വിടുന്നത് തടയുന്നതിനായിട്ട് ആദ്യം തന്നെ D3 ഇതുകൊണ്ട് ഈ സ്കോറുകൾ കൺട്രോൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ബ്ലാക്കിന് ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ചിന് ശ്രമിക്കാം. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ ബ്ലാക്കിന് കിങ് പോയി തിരിച്ചൊട്ടിക്കൊണ്ട് വീണ്ടും ഈ 3 സ്കോറുകളുടെ കൺട്രോൾ ചെയ്യാം. വൈറ്റ് ഇപ്പോൾ ഒരു ഓപ്പോസിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിച്ചാലോ അല്ലെങ്കിൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ ബ്ലാക്കിന് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതോടെ ഈ 2 സ്കോറിലൂടെ ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പോണിൻ്റെ പ്രൊമോഷൻ തടയുന്നതിനായിട്ട് ആദ്യം തന്നെ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് F1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിനെ കിങ്ങിനെ F3ലേക്ക് കൊണ്ടുവരാം. വീണ്ടും ഈ 3 സ്കോറുകളും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇപ്പോൾ കിങ്ങിനെ G1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിനെ പോണിനെ മുന്നോട്ട് കൊണ്ടുവരാം. ഇതോടെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള ഈ 3 സ്കോറുകളിലൂടെ ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സ്കോറിലേക്ക് മാറാൻ കഴിയുള്ളൂ, H2ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് കിങ്ങിനെ F2ലേക്ക് കൊണ്ടുവന്ന് G1 സ്കോറൂടെ കൺട്രോൾ ചെയ്ത ശേഷം ബ്ലാക്കിന് പോണിനെ പ്രൊമോട്ട് ചെയ്യാനും വളരെ വേഗം ഈ ഗെയിം വിജയിക്കാനും കഴിയും.
ഈ പൊസിഷനിലുള്ള എൻഡ് ഗെയിമുകളുടെ റിസൾട്ട് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടും ഗൂഗേഷിനിപ്പോൾ 1 മണിക്കൂർ കൂടുതൽ സമയമുള്ളതുകൊണ്ട് ഇനി മിസ്റ്റേക്കുകളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നും മനസ്സിലായിക്കൊണ്ടാവും ഡിംഗ്ലറിൻ ഈ പൊസിഷനിൽ തോൽവി സമ്മതിച്ചത്. നമ്മുടെ 4ാമത്തെ ഗിവ് വിന്നറെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച വരെയാണ് 5ാമത്തെ ഗിവ് സമയം. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ പങ്കെടുക്കുക. നമ്മുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ തിരക്കുകൾ കാരണം നമുക്ക് നമ്മുടെ 4ാമത്തെ ഗിവ് വിന്നർ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അതിപ്പോൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ച റാൻഡം ഗാലറി എന്ന സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത്തവണ 51 പേരാണ് ഈ ഗിവ് പങ്കെടുക്കുന്നത്. അവരുടെ എല്ലാം സ്ക്രീൻഷോട്ട് നമ്മുടെ ഇതിലാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഷഫിൾ ആയിക്കൊണ്ടിരിക്കും. അതിൽ അവസാനം നമ്മൾ സ്ക്രോൾ ചെയ്ത് നിർത്തുമ്പോൾ ഈ നടുക്കായിട്ട് വരുന്ന ആളായിരിക്കും നമ്മുടെ വിന്നർ. ഇപ്പോൾ സമയം 8:53 8:54 വരെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും. 54 ആകുമ്പോൾ ആരാണോ ആ നടുക്കായിട്ട് വരുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നടുക്കുള്ളത് മാത്രമല്ല ഫുൾ ചേഞ്ച് ആകുന്നുണ്ട്. എന്തായാലും ഇനി ആരാണ് വരുന്നത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. സക്കീർ കല്ലമ്പറമ്പിൽ ഇതാണ് നമ്മുടെ വിന്നർ.